Our hearts beat to the city streets. We began to feel the fire. We rise like. ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ സെയിൽ ചെയ്യുന്ന ചോക്ലേറ്റും കൂടെയാണ്, കേക്കും കൂടെയാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പർ റെസിപ്പിയാണ്, അടിപൊളിയാണ്. എല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട്, ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് 3 മുട്ട, ഒരു 1/2 കപ്പ് മിൽക്ക്, 1/2 കപ്പ് കേടില്ലെന്നുണ്ടെങ്കിൽ യോഗട്ട് ആണെങ്കിലും മതിയാവും കേട്ടോ. അപ്പോൾ യോഗട്ട് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഓയിൽ, ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ, 2 to 3 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്താ പറയുക, ഇതിൽ ഷുഗർ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് ഷുഗറാണ് കേട്ടോ. ഇനി വന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം ആ കൊക്കോ പൗഡറിൻ്റെ തരികളൊക്കെ നല്ല രീതിയിലൊന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതൽ ഓവർ മിക്സിംഗ് ഒന്നും പാടില്ല. ഇതേപോലെ എല്ലാം ഒന്ന് എന്താ പറയുക, ഒന്ന് ചേർന്ന് വരുന്നത് രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലാണ് ബാറ്റർ കിട്ടുന്നത്. ഇനി എന്താ പരിപാടി, അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഞാനിവിടെ വന്നിട്ട് ഒരു 175 ഡിഗ്രിയിൽ 35 to എന്താ പറയുക 40 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 40യുടെ കുറച്ചുകൂടെ നിൽക്കും കേട്ടോ. അപ്പം നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ഓവൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇത് അടുപ്പിലും വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓവൻ സെറ്റപ്പ് നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അടിപൊളി സൂപ്പർ സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ മോൾ ഭാഗം കാണുമ്പോഴേ മനസ്സിലാവും, സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ് കേക്ക്. നമുക്കിത് ഫ്രോസ്റ്റിങ്ങിനും ആയാലും നമുക്ക് കേക്ക് സ്പോഞ്ച് അങ്ങനെ നമുക്ക് ചെയ്യാനാണെങ്കിലും ഇതെടുക്കാൻ പറ്റും കേട്ടോ, യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് പ്ലെയിനായിട്ട് തന്നെ സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. ഞാനിവിടെ വെയിറ്റ് കാണിക്കുന്നുണ്ട്, ഏകദേശം ഒരു 1 kg അടുപ്പിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു ഓർഡർ വന്ന കേക്കാണ്. ഓർഡർ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു ചെറിയ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെ ഞാനിങ്ങനെ എന്താ പറയുക ബേക്ക് ചെയ്ത് വെക്കാറുണ്ട്. നല്ല എന്താ പറയുക നല്ല മൂവിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി റെസിപ്പിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ് കേക്ക്, നല്ല ടേസ്റ്റുമാണ്. ചിലർ വിചാരിക്കും യോഗട്ടൊക്കെ ചേർക്കുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ചേർക്കുമ്പോഴാണ് എന്താ പറയുക നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ വേറെ രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിൽ ചെയ്യാനും ബെസ്റ്റാണ് കേട്ടോ. അപ്പം ചോക്ലേറ്റ് ഗനാഷിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്, അല്ലാതെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. Our hearts beat